കോഴിക്കോടേക്കാണ് പോകുന്നത്. അവിടെ മെഡിക്കൽ കോളേജ് സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്ക് ഇന്ന് മുതൽ പ്രവർത്തിക്കാൻ പോവുകയാണ്. അത്യാഹിത വിഭാഗത്തിലെ ഗ്രൗണ്ട് ഫ്ലോർ, 1-ാം നില എന്നിവ വൈകിട്ട് തുറക്കും. സർജിക്കൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ബ്ലോക്കിലെ MRI റൂമിൽ പുക ഉയർന്നതിനെ തുടർന്നാണ് മെയ് 2 മുതൽ ബ്ലോക്ക് അടച്ചിട്ടത്. ദൃശ്യ പുതിയിടത്തുണ്ട് വിവരങ്ങൾ നൽകാനായി. ദൃശ്യന്ന് പുകയേറുന്നതിനെ തുടർന്ന് ബ്ലോക്ക് അടച്ചിട്ട് ഇപ്പോൾ ഒരു 3-3.5 മാസത്തോളം ആകുന്നു. അവൾ മുഴുവൻ കാര്യങ്ങളും പൂർത്തിയാക്കി സുരക്ഷയൊക്കെ ഉറപ്പാക്കിക്കൊണ്ടാണോ ഇപ്പോൾ ബ്ലോക്ക് തുറന്ന് പ്രവർത്തിക്കാൻ ഒരുങ്ങുന്നത്? ജിൽസി, തീർച്ചയായും കഴിഞ്ഞ മെയ് 2-നായിരുന്നു ഇവിടെ ഒരു തീപിടുത്തത്തെ തുടർന്ന് പിന്നീട് ഇവിടെ അടച്ചിടേണ്ട ഒരു അവസ്ഥ ഉണ്ടായത്. ഇതിനുശേഷം ഏകദേശം എനിക്ക് തോന്നുന്നു ഈ സെപ്റ്റംബർ 2 വരുമ്പോഴേക്കും 4 മാസമാകുന്നു. അത്തരത്തിൽ ഇത്രയും ടൈം എടുത്താണ് ഇവിടെ വീണ്ടും ഈ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കാനുള്ള ഒരു നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. എന്തായാലും ഇന്ന് വൈകുന്നേരം 4 മണി മുതൽ തന്നെ ഇവിടുത്തെ ഗ്രൗണ്ട് ഫ്ലോർ, അത് 1-ാം നില എന്നിവ ഇന്ന് 4 മണി മുതൽ തന്നെ തുറക്കുന്നൊരു സാഹചര്യമുണ്ട്. ഇതുകൂടാതെ തന്നെ MRI സ്കാന്, CT സ്കാൻ സേവനങ്ങളും ഇന്ന് മുതൽ ലഭ്യമാകും. അതുകൊണ്ട് തന്നെ 4 മണിക്ക് ശേഷം ഇവിടെ എത്തുന്ന ആളുകൾക്ക്, കാഷ്വാലിറ്റി വിഭാഗത്തിലേക്ക് എത്തുന്ന ആളുകൾക്ക് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാം എന്നുള്ളൊരു നിർദ്ദേശം കൂടി ഇവിടെ നിന്ന് പുറപ്പെടുവിച്ചിട്ടുണ്ട്. ഇതുകൂടാതെ തന്നെ ഈ 2, 3, 4 നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി, തീവ്ര പരിചരണ വിഭാഗം, സർജറി വിഭാഗങ്ങളൊക്കെ തന്നെ ഈ ബുധനാഴ്ച മുതൽ 27-ാം തീയതി മുതൽ തുറന്ന് പ്രവർത്തിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത്. എന്തായാലും ഈ ജിൽസി ചോദിച്ചതുപോലെ തന്നെ എല്ലാവിധ ഈ സുരക്ഷിതത്വങ്ങളും ഉറപ്പാക്കി തന്നെയാണ് തുറക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇവിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ടെത്തി സന്ദർശനം നടത്തിയിരുന്നു. ഇതുകൂടാതെ തന്നെ ടെക്നിക്കൽ കമ്മിറ്റി രൂപീകരിച്ച് എല്ലാവിധ സുരക്ഷിതത്വം ഉറപ്പാക്കണമെന്നുള്ളൊരു നടപടികളും സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെ തന്നെ ഫയർ ആൻഡ് റെസ്ക്യൂ വിഭാഗം, ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, പൊതുമരാമത്ത് വിഭാഗം ഇവരൊക്കെ തന്നെ ഇവിടെ പരിശോധിച്ചു. ഇതിനുശേഷം ഈ സുരക്ഷിതത്വം ഉറപ്പാക്കി റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ജില്ലാ ഭരണകൂടത്തിനും കളക്ടർക്കും ഉൾപ്പെടെ ഈ റിപ്പോർട്ട് സമർപ്പിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഇന്ന് 4 മണി മുതൽ തുറന്ന് പ്രവർത്തിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. ഈ ജില്ലാ കളക്ടറും ഈ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പാലും നേരിട്ട് ഇടപെട്ട് ഇവരുടെയൊക്കെ നേതൃത്വത്തിൽ തന്നെയാണ്, ഇവരൊക്കെ നേരിട്ട് ഈ ഇവിടെ എത്തി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി തന്നെയാണ് ഇപ്പോൾ എല്ലാ പ്രവർത്തനങ്ങളും, എല്ലാ നടപടികളും പൂർത്തീകരിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഇന്ന് 4 മണി മുതൽ തന്നെ ഈ പ്രവർത്തനങ്ങൾ, ഈ കാഷ്വാലിറ്റിയിലേക്ക് വരുന്ന ആളുകൾക്ക് പുതിയ കെട്ടിടത്തിലേക്ക് വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കിയിട്ടുണ്ട്. നമുക്കറിയാവുന്നതുപോലെ ആ തീപിടുത്തം ഉണ്ടായ സമയത്ത് വലിയ രീതിയിലുള്ള വിവാദങ്ങൾ ഉയർന്നു വന്നിരുന്നു. ഈ മെഡിക്കൽ കോളേജിനെതിരെയും ആരോഗ്യ വകുപ്പിനെതിരെയും ഒക്കെ വലിയ, കാരണം പുതിയ ബിൽഡിംഗ് ആണ്, ഇതിൽ ഒരു തീപിടുത്തം ഉണ്ടാകുന്നു, സുരക്ഷിതത്വമില്ലായ്മയെ വലിയൊരു വിവാദങ്ങളൊക്കെ തന്നെ ഉയർന്നു വന്ന സാഹചര്യത്തിലാണ് വീണ്ടും ഇവിടുത്തെ കാര്യങ്ങളൊക്കെ തന്നെ പുതുക്കി പണിത് പുതിയ കാര്യങ്ങളൊക്കെ തന്നെ സ്വീകരിച്ചുകൊണ്ട് ഇത് വീണ്ടും തുറക്കാനുള്ളൊരു നിലയിലേക്ക് എത്തിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് 4 മണി മുതൽ തന്നെ ഇവിടെയുള്ള എല്ലാ സേവനങ്ങളും ലഭ്യമാക്കും. CT സ്കാന്, MRI സ്കാന് ഉൾപ്പെടെയുള്ള സേവനങ്ങൾ ലഭ്യമാകും. 1-ാം നിലയും ഈ ഗ്രൗണ്ട് ഫ്ലോറും ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുറന്ന് പ്രവർത്തിക്കാൻ തുടങ്ങും. ശേഷം ബുധനാഴ്ചയായിരിക്കും ഈ 2, 3, 4 നിലകളിലുള്ള വാർഡുകളും ന്യൂറോ സർജറി, തീവ്ര പരിചരണ വിഭാഗവും ഒക്കെ തുറന്ന് പ്രവർത്തിക്കുക.